ഇപ്പോൾ ലേഡീസിന് കഴുത്ത് വേദന, ബാക്ക് പെയിൻ അല്ലെങ്കിൽ പോസ്ചർ, ഇങ്ങനെ ഹഞ്ച് ചെയ്യുന്ന പോസ്ചർ ഉണ്ടാകുന്ന മെയിനായിട്ട് 3 ഇഷ്യൂസ് ആയിട്ട് വരുന്ന ആൾക്കാർ ജനറലി ഓർത്തോയിലാണ് പോവുക, ഓർത്തോ ഡോക്ടേഴ്സിനെ പോവുക, അടുത്താണ് പോവുക. എന്നാൽ അവിടെ നിന്ന് നമുക്ക് റെഫർ ചെയ്യും. കാരണം ഓർത്തോ ഡോക്ടേഴ്സ് അവർ യൂഷ്വലി അവരുടെ എക്സാമിനേഷൻ ചെയ്തിട്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലിനൊന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ എന്തായിരിക്കും ഇതിൻ്റെ പ്രശ്നം? ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഹെവി വെയിറ്റ് ഓഫ് ദ ബ്രസ്റ്റ്. ഈ ഹെവി വെയിറ്റ് വരുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് പോസ്ചർ പ്രശ്നം ഉണ്ടാകുമ്പോൾ ബാക്കിലെ മസിൽസ് കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഹൈപ്പർ ആക്ടിവേഷനിലായിരിക്കും. അവർ സോറായിരിക്കും എപ്പോഴും. തിരിച്ച് ഈ ബ്രസ്റ്റിൻ്റെ വെയിറ്റിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ആ മസിൽ എപ്പോഴും ആക്റ്റീവ് ആകുമ്പോൾ ബാക്ക് പെയിനും നെക്ക് പെയിനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ യൂഷ്വലി അത് കഴിഞ്ഞിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. വേറെ നട്ടിലൊന്നും പ്രശ്നമില്ല എന്ന് റൂൾ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടായി. എന്നിട്ട് നമ്മൾ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്യാറാണ് പതിവ്. ആൻഡ് ഈ ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ചെയ്താൽ വൺ തിങ് ഈസ് ആ നടുവേദനയും കഴുത്തുവേദനയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പറ്റും. കാരണം ആ വെയിറ്റ് അത്രയും കുറയാണ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് ഈസ് പോസ്ചർ. ഇത്രയും നാളും ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടി എടുത്തു കളഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെ വിടർന്ന് വരണം എന്നില്ല, പോസ്ചർ കറക്റ്റ് ചെയ്യണം എന്നില്ല. സോ വി സെൻഡ് ഫോർ ഫിസിയോതെറാപ്പി ആസ് വെൽ. എന്നിട്ട് പതുക്കെ ആ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് ആ പോസ്ചർ കറക്റ്റ് ചെയ്യുന്നത്. സോ ഹെവി ബ്രസ്റ്റിൻ്റെ പല പ്രശ്നങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കോസ്മെറ്റിക്. ഇൻഫാക്ട് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് നെവർ കോസ്മെറ്റിക്. ഫങ്ഷണൽ ഇഷ്യൂസ് കാരണമാണ് ഈ കുട്ടികൾ നമ്മുടെ അടുത്ത് വരാറ്.